കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തൊരു കാര്യമാണ് 2020യുടെ NDAയിൽ ചേരുന്നത് ആർക്കാണ് ഗുണം ചെയ്യുക എന്നുള്ളത്. അതിൽ BJPക്ക് അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. കാരണം NDAയിലേക്ക് കുറച്ച് വോട്ടുകളെങ്കിലും പൂർണ്ണമായിട്ടും കിട്ടും. പക്ഷേ അത് 2020ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക. കാരണം അവരുടെ അണികളിലടക്കം തന്നെ വലിയ പിളർപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ തന്നെ അവരുടെ അനുഭാവികൾക്കിടയിൽ പോലും വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അവർക്ക് വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ഇവിടെ നമ്മൾ കൊച്ചി കോർപ്പറേഷനിലൊക്കെ തന്നെ അവരുടെ പ്രകടനമെന്ന് പറയുന്നത് ദയനീയമായിരുന്നു. ആകെ 9,000-ഓളം വരുന്ന വോട്ടുകൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത് 56ഓളം വരുന്ന ഡിവിഷനുകളിൽ മത്സരിച്ചിട്ടും. അതായത് നേരത്തെ ഉണ്ടായിരുന്ന V4 കൊച്ചി എന്നൊക്കെ പറയുന്ന അവർ നടത്തിയിട്ടുള്ള ഒരു പ്രകടനത്തിൻ്റെ അടുത്ത് പോലും 2020ക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതുമാത്രമല്ല, അവർ കൂടുതൽ മേഖലകളിലേക്ക്, അതായത് 880ഓളം വരുന്ന പഞ്ചായത്ത് വാർഡുകളിലേക്കൊക്കെ തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ പലപ്പോഴും ഫോക്കസ് നഷ്ടപ്പെട്ടു പോവുകയും ഇതിനെല്ലാം തന്നെ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ആ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി കൃത്യമായി പരിശോധിക്കുന്നത് ഇത് NDAക്ക് നേട്ടമുണ്ടാകും, അവർക്ക് കുറച്ച് വോട്ട് കിട്ടും എന്നുള്ളതും, കൂടാതെ 2020 എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാക്കും എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കെ നമ്മളിനി ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് കോൺഗ്രസ്സിന് എത്രത്തോളം അനുകൂലമാകും, അല്ലെങ്കിൽ CPMനോ LDFനോ അനുകൂലമാകുമോ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് കുന്നത്തുനാടാണ്. ആ കുന്നത്തുനാടിൽ യഥാർത്ഥത്തിൽ വലിയ ആശ്വാസമായിരിക്കും ഇത്തവണ ശ്രീനിജനൊക്കെ ഉണ്ടായിട്ടുള്ളത്, കൂടാതെ സജീന്ദ്രനുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ കഴിഞ്ഞ തവണ തന്നെ കുന്നത്തുനാട് നമുക്കെല്ലാം അറിയുന്നത് പോലെ LDF 33.79% വോട്ട് പിടിക്കും. 52,351 വോട്ടുകൾ യഥാർത്ഥത്തിൽ ശ്രീനിജ പിടിക്കുകയും അതേസമയം UDF അവിടെ നിന്ന് 32.04% വോട്ടുകൾ പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ 32.04% വോട്ടുകൾ പിടിച്ചെങ്കിലും ആകെ 1% വ്യത്യാസം മാത്രമേ ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്നുള്ളൂ. അതിൽ നേടാൻ കഴിയാതിരുന്ന UDFന് അത് നേടാൻ കഴിയാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2020 എന്ന് പറയുന്ന പാർട്ടി 27.56% വരുന്ന വോട്ടുകൾ പിടിച്ചതാണ്. അപ്പോൾ 27.56% വരുന്ന വോട്ടുകൾ പിടിച്ചു. കൂടാതെ BJP അവിടെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു 4.66% വോട്ടുകൾ പിടിച്ചു. എന്ന് പറഞ്ഞാൽ BJP പിടിക്കുന്നതിൻ്റെ ഒരു 4 ഇരട്ടിയോളം 5 ഇരട്ടിയോളം വോട്ടുകൾ പിടിക്കാനായിട്ട് ഈ പറയുന്ന 2020ക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ര വോട്ടുകളൊക്കെ തന്നെ കൃത്യമായി ഇപ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയിട്ടുള്ള 42,701 വോട്ടുകൾ അവർക്ക് നിലനിർത്താൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഒരു 30,000 വോട്ടുകളെങ്കിലും അല്ലെങ്കിൽ 25,000 വോട്ടുകൾ കിട്ടിയാൽ പോലും അത് NDAക്ക് വലിയ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തൃക്കാക്കര നഗരസഭയിലേക്ക് ഇവരുടെ നിന്നുള്ള ഒരു ഡിവിഷനിൽ നിന്ന് ഒരാൾ ജയിച്ചിട്ടുണ്ട്. ആ ജയിച്ചയാൾ ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, കാരണം ഞാൻ ഈ 2020 NDAയിൽ ചേർന്നതുമായിട്ട് യോജിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ NDA 2020യിൽ തുടരില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് എറണാകുളത്ത് എങ്ങനെയാണ് BJPക്ക് നേട്ടമാവുക എന്ന് ചോദിച്ചാൽ BJPക്ക് ഇപ്പോൾ പെരുമ്പാവൂരും അതുപോലെ തന്നെ കോതമംഗലത്തും ഒക്കെ തന്നെ ഈ പറയുന്ന നിരവധി സ്ഥലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ കോതമംഗലത്തൊക്കെ 2020യുടെ പെർഫോമൻസ് കൊണ്ടുകൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ കൊണ്ടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ LDFന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരം മണ്ഡലങ്ങളിൽ LDFന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന NDAയിലേക്ക് പോകുമ്പോൾ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിലും NDAയിലേക്ക് പോകുന്നതിൽ നിന്ന് കുറേ വോട്ടുകളെങ്കിലും തീർച്ചയായിട്ടും തിരിച്ച് കോൺഗ്രസ്സിലേക്ക് വരാൻ കോൺഗ്രസ്സിനത് എറണാകുളം ജില്ലയിൽ വലിയ തോതിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 2020 എന്ന് പറയുന്നൊരു പാർട്ടി അവർ കഴിഞ്ഞ തവണ തന്നെ നിങ്ങളോട് പറഞ്ഞാൽ പെരുമ്പാവൂരും അതുപോലെ കോതമംഗലത്തും മൂവാറ്റുപുഴയിലും അതുപോലെ തൃക്കാക്കരയിലും കൊച്ചിയിലും വൈപ്പിനിലും എറണാകുളത്തും ഒക്കെ തന്നെ മത്സരിച്ചിരുന്നു. ഈ കൊച്ചിയിലും എറണാകുളത്തും വൈപ്പിനിലും ഒക്കെ തന്നെ വലിയ തോതിൽ വോട്ടുകൾ പിടിക്കുകയും അവർ യഥാർത്ഥത്തിൽ പലപ്പോഴും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വലിയ കാരണമായി തീരുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് കുന്നത്തുനാട് മാത്രമാണത് AK ശ്രീനിജനെ സഹായിച്ചത്, അതുപോലെ കോതമംഗലത്താണ് ഈ പറയുന്ന പോലെ LDFനെ സഹായിച്ചത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കൊച്ചിയിലടക്കം വരുന്ന സ്ഥലങ്ങളിൽ പോലും അത് LDFന് വലിയ ഗുണമായിരുന്നു. കാരണം കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകളാണ് സ്പ്ലിറ്റായി പോയിക്കൊണ്ടിരുന്നത്. കോൺഗ്രസിന് ഗുണമായി എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, LDFന് ഗുണമായി എന്നാണ്. അപ്പോൾ അത്തരത്തിൽ LDFന് ഗുണകരമായി മാറിയിരുന്നുവെങ്കിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് 2020ക്ക് കഴിയാതെ വന്നു എന്നുള്ളത് കൊണ്ടാണ് നിരവധി പഞ്ചായത്തുകളിൽ യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷനിലടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ വിജയം കരസ്ഥമാക്കാനായിട്ട് UDFന് കഴിഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ UDFന് കഴിയും എന്നുള്ളത് നമ്മൾ കാണിച്ചു തന്ന ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പാണുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പൂത്തൃക്ക പഞ്ചായത്തിൽ അവിടെ LDF തകർന്നു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. LDFന് 2 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. അതേസമയം UDFന് 7 സീറ്റാണ്. 2020ക്ക് 7 സീറ്റാണ്. അവിടെ ടോസിലൂടെ പൂത്തൃക്ക പഞ്ചായത്തിൽ കൃത്യമായിട്ട് ഈ പറയുന്ന 2020 അധികാരത്തിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തിരുവാണിയൂരിൽ അവർക്ക് കേവല ഭൂരിപക്ഷമില്ലെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറാൻ കഴിഞ്ഞു. അങ്ങനെയാണ് അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ വളവോട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അവർ കോൺഗ്രസിന് പിന്തുണ കൊടുത്തിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇനി മാറ്റമുണ്ടാകാൻ പോവുകയാണ് എന്ന് മാത്രമല്ല, നേരത്തെ 2020യിലേക്ക് പോയിട്ടുള്ള 13.4% വരുന്ന വോട്ടുകളുണ്ട്. അതായത് എറണാകുളം ജില്ലയിൽ നിന്ന് 2021 അവർ മത്സരിച്ചപ്പോൾ കിട്ടിയ 13.4% വോട്ടുകൾ, അതായത് BJPയേക്കാളൊക്കെ വലിയ കൂടുതൽ വോട്ട് പെർസെൻറ്റേജാണ് അവർക്ക് കിട്ടിയത്. വലിയ ശതമാനം വോട്ടുകളാണ് കിട്ടിയത്. യഥാർത്ഥത്തിൽ ഇത്തവണ 2020 NDAയിലേക്ക് പോകുമ്പോൾ എറണാകുളം ജില്ലയിലെങ്കിലും അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള ജില്ലകളിലെങ്കിലും തീർച്ചയായിട്ടും ആ വോട്ടുകളിൽ കുറവുണ്ടാവുകയും ആ കുറവ് വരുന്ന വോട്ടുകൾ വളരെ കൃത്യമായിട്ട് കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ VP സജീന്ദ്രൻ തന്നെയാണ് കുന്നത്താണ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് പോലും ഒരു തർക്കമില്ല. അതുകൊണ്ട് VP സജീന്ദ്രനൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. കുന്നത്തുനാട് തനിക്ക് 1% വോട്ടുകൾ കൂടി കിട്ടിയിരുന്നുവെങ്കിൽ 1.5% വോട്ടുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ അങ്ങനെ ജയിക്കാൻ കഴിയുമായിരുന്ന അവസ്ഥയിൽ നിന്ന് താൻ പുറകോട്ട് പോയത് ഈ പറയുന്ന 2020 വോട്ട് പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ 2020 വോട്ടിൽ എത്ര കുറവുണ്ടായാലും അതങ്ങനെ തന്നെ LDFിലേക്ക് പോകും എന്ന് പറയും. അല്ലെങ്കിൽ LDFിലേക്ക് വളരെ കുറച്ച് പോയാലും അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ മധ്യ കേരളത്തിലും പ്രത്യേകിച്ച് എറണാകുളത്തും കോതമംഗലത്തടക്കം അല്ലെങ്കിൽ ഈ പറയുന്ന മൂവാറ്റുപുഴയിലടക്കം അല്ലെങ്കിൽ തൃക്കാക്കരയിലടക്കം എറണാകുളത്തടക്കം കൊച്ചിയിലടക്കം വൈപ്പിനിലടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇത് ഒരുപക്ഷെ അതിൽ കിട്ടാവുന്ന അവർക്ക് കുറയുന്ന ഒരു മജോറിറ്റി വോട്ടുകൾ, അതായത് NDAക്ക് ചെയ്യാൻ വിമുഖത കാണിക്കുന്ന ഒരു മജോറിറ്റി വോട്ടുകൾ മഹാഭൂരിപക്ഷവും തന്നെ ഒന്നുകിൽ കോൺഗ്രസിലേക്ക് എത്തുകയും അല്ലെങ്കിൽ കുറേയധികം വോട്ടുകൾ അവർക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം ചെയ്യാതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കേരളത്തിലിപ്പോൾ ഈ 2020 വളർന്നു വന്നത് ഏതാണ്ട് ഡൽഹിയിലൊക്കെ ആം ആദ്മി പാർട്ടി വന്ന പോലെ ഒരു മിഡിൽ ക്ലാസ് ആളുകളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ്. ഒരു ഗുഡ് ഗവേണൻസിന് വേണ്ടിയിട്ടാണ്, അഴിമതിയില്ലാത്ത ഭരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതീക്ഷകളൊക്കെ ഒരിക്കലും NDA ആയിട്ട് ചേർന്നാൽ നടക്കാൻ സാധ്യതയില്ലെന്നും അല്ലെങ്കിൽ അവരൊരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ലെന്നും ഒക്കെ അറിയാവുന്ന ആളുകൾ മിക്കവാറും കുറേ പേരെങ്കിലും, ഞാനിപ്പോൾ നിരവധി ആളുകളുമായിട്ട് ഇന്ന് സംസാരിച്ചു, അവരിൽ കുറേ പേരെങ്കിലും ഒരു പക്ഷേ നിഷ്ക്രിയരാകാനാണ് സാധ്യത എന്നുള്ളതാണ്. അങ്ങനെ നിഷ്ക്രിയരായാൽ പോലും അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന UDFന് വലിയ തോതിൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കും. കാരണം ആ നിഷ്ക്രിയരായി പോകുന്ന ആളുകളുടെ വോട്ടുകൾ കുറഞ്ഞാൽ പോലും യഥാർത്ഥത്തിൽ നിഷ്ക്രിയരായി പോവുകയും വളരെ കുറച്ച് ആളുകളെങ്കിലും അവരുടെ വീടുകളിൽ നിന്ന് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള സാധ്യത അങ്ങനെ ചെയ്താൽ സ്വാഭാവികമായിട്ടും ഈ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലുള്ള കഴിഞ്ഞ തവണ മത്സരിച്ച മണ്ഡലങ്ങളുടെ എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിയാൽ വളരെ കൃത്യമായി നമുക്കറിയാം അതിൽ നിന്നുള്ള വോട്ടുകൾ കോൺഗ്രസിന് പോവുകയും കോൺഗ്രസിന് ഗുണമുണ്ടാവുകയും ചെയ്യും. സോ 2020 എന്ന് പറയുന്ന ഒരു പാർട്ടി ഇനി വലിയ പ്രതിസന്ധിയിലാണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇത് ആളുകളെല്ലാം തന്നെ പറഞ്ഞു മനസ്സിലാക്കാനും ആളുകളെയൊക്കെ തന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ച് കൂടെ നിർത്താനുമൊക്കെ കിറ്റക്സ് സാബു വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകളൊക്കെ അടച്ചുപൂട്ടിയതിന് ശേഷം തന്നെ വലിയ പ്രതിസന്ധികൾ അദ്ദേഹം നേരിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ പാർട്ടി ഏതാണ്ട് ഇനി BJPയിലേക്ക് ലയിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുമോ എന്ന് പറയുന്ന ഭയം പോലും എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ കിറ്റക്സ് സാബു ഇനി ഇത് തുടർന്ന് നടത്തിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്ന ചില ചിന്തകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ താൽക്കാലികമായി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കോതമംഗലത്തും കുന്നത്തുനാടുമൊക്കെ അല്ലെങ്കിൽ കൊച്ചിയിലുമൊക്കെ പലപ്പോഴും LDFന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ളവർ NDAയോടൊപ്പം ചേരുമ്പോൾ അവർക്ക് ആ മുഴുവൻ വോട്ടുകളും താങ്കൾക്ക് കിട്ടിയിട്ടുള്ള മുഴുവൻ വോട്ടുകളും കൊണ്ടുപോകാൻ കഴിയില്ലെന്നും അങ്ങനെ കൊണ്ടുപോകാതിരിക്കുന്ന വോട്ടുകളൊക്കെ തന്നെ തിരിച്ച് കോൺഗ്രസിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ തുടക്കങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കുന്നത്തുകാടുള്ള ചില പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ മുൻ പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ തന്നെ ഇവരുടെ പാർട്ടി ഭാരവാഹികളുമൊക്കെ തന്നെ VP സജീന്ദ്രൻ്റെയൊക്കെ നേതൃത്വത്തിൽ തിരികെ കോൺഗ്രസിലേക്ക് ജോയിൻ ചെയ്യുന്ന പ്രക്രിയയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ അടുത്ത 3 മാസം കൊണ്ട് കിറ്റക്സ് സാബു എങ്ങനെ ടാക്കിൾ ചെയ്യും, എങ്ങനെ പറഞ്ഞു നിർത്തും എന്നുള്ളതാണ് വലിയ ചോദ്യം. അതുകൊണ്ട് ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമാകാനാണ് സാധ്യത.